കുടുംബത്തിന്റെ ആയുരാരോഗ്യ സൗഖ്യം പാലിക്കാൻ നിങ്ങളുടെ സ്വന്തം ഒയാസിസ് ആയുർ ക്ലിനിക് ചാമക്കാലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം ആരംഭിച്ച ഒയാസിസ് ആയുർ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ചാമക്കാല നഹ്ജു റഷാദ് ഇസ്ലാമിക് കോളേജ് ചെയർമാൻ TM ഹൈദർ ഹാജി, പ്രിൻസിപ്പൽ മുഹമ്മദ് ഷാഫി ഹുദവി എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഇവിടെ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ആയുർവേദ ക്ലിനിക്ക് ഇല്ല എന്നുള്ളത് സത്യമാണ്. ഇത് വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഇത് നമ്മുടെ നാട്ടിലുള്ളവർക്കും പരിസര പ്രദേശങ്ങളിലുള്ളവർക്കും ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ് നടത്താൻ പുറം രാജ്യങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തൃശ്ശൂർ, ചാവക്കാട്, അതുപോലെ മറ്റ് പല സ്ഥലങ്ങളിലേക്കുമാണ് ആയുർവേദ ട്രീറ്റ്മെന്റുമായിട്ട് അന്വേഷിച്ച് ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ഇവിടെ നടത്താമെന്നുണ്ടെങ്കിൽ നാട്ടിലുള്ളവർക്ക് മാത്രമല്ല പുറത്തുനിന്ന് വരെ ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ താമസിച്ച് ട്രീറ്റ്മെന്റ് നടത്താനായിട്ട് സാധിക്കും. ചാമക്കാല ജുമാ മസ്ജിദ് ഖത്തീബ ഷുഹൈബ് ഹുദവി വല്ലപ്പുഴ മുഖ്യാതിഥിയായി. നമുക്കറിയാം, നമ്മൾ ഒരു സംവിധാനത്തെ കുറ്റപ്പെടുത്തുകയല്ല. ചില സംവിധാനങ്ങളിലൊക്കെ ചില മരുന്നുകൾ കഴിച്ചാൽ ഉടനെ തന്നെ അതിന് പാർശ്വഫലങ്ങൾ, സൈഡ് എഫക്റ്റുകൾ ഉണ്ടായിത്തീരുന്നു. യഥാവധി കൂടുതൽ കാലം അലോപ്പതിയുടെ മരുന്നുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും പ്രഷർ പോലെയുള്ള അസുഖങ്ങൾക്ക് നമ്മളൊക്കെ കോമൺ ആയിട്ട് അറിയപ്പെട്ട കാര്യമാണ്, കിഡ്നി ഫെയിലറാകുന്ന അവസ്ഥയിലേക്ക് അത് എത്തിച്ചേരുന്നു. സ്ത്രീകളെ സംബന്ധിച്ച് PCOD പോലെയുള്ള രോഗങ്ങൾ, അതിന് മരുന്ന് കഴിച്ചാൽ അവർ ഡയബറ്റിക് ആയിത്തീരുന്നു. അപ്പൊ ഇന്ന് ലോകം ആവശ്യപ്പെടുന്നത്, രോഗം എന്നുള്ളത് അത് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലായിടങ്ങളിലും രോഗങ്ങൾ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. കിഡ്നി രോഗികൾ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. ജീവിതശൈലി രോഗങ്ങൾ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ ഷുഗർ പിടിപെടുന്ന അവസ്ഥകൾ. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ പാർശ്വഫലങ്ങളില്ലാത്ത മരുന്നുകൾ, ട്രീറ്റ്മെന്റുകൾ എന്നുള്ളത് നമ്മുടെ നാട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. JDR ഗ്രൂപ്പ് അംഗങ്ങളായ രാജീവ് നാരായണൻ, ദിലീപ് പത്മനാഭൻ, ജിനേഷ് ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന സംവിധാനങ്ങൾ പോലത്തത് നമ്മൾ അവഗണിക്കുന്നു എന്നതുകൊണ്ടാണ്. ജീവിതത്തിൽ വളരെ ചെറുപ്പം തൊട്ട് തന്നെ ഒരു കുഞ്ഞ് ഗർഭത്തിലാവുന്ന സമയത്ത് തന്നെ ആ അമ്മ കഴിച്ചു തുടങ്ങുന്നത് വിറ്റാമിൻ ടാബ്ലറ്റ്സ് ആണ്. നമ്മളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ആദ്യം ഗർഭിണിയാണ് അല്ലെങ്കിൽ ഗർഭമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആദ്യം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടർക്ക് ചെല്ലുമ്പോൾ തന്നെ എഴുതി കൊടുക്കുന്നത് ഒരു പിടി വിറ്റാമിൻ ഗുളികകളാണ്. ഇനി പ്രസവിക്കുന്നത് വരെ ഇത് കഴിച്ചുകൊണ്ടിരിക്കണം. സത്യത്തിൽ ആ മരുന്ന് കഴിക്കുമ്പോൾ അത് എഫക്ട് ചെയ്യുന്നത് ആ അമ്മയേക്കാൾ ഗർഭത്തിൽ വളരുന്ന കുഞ്ഞിനാണ്. ആ കുഞ്ഞ് തുടക്കം മുതൽ തന്നെ ഈ ഇംഗ്ലീഷ് ടാബ്ലറ്റിന് അടിമയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ചുരുക്കം. പിന്നീട് അവൻ ഭൂമിയിലേക്ക് വന്നതിന് ശേഷം അവനക്ക് കുറെ കുറുന്തോട്ടി കലക്കി കൊടുത്തോണ്ട് കാര്യമില്ല. കാരണം അവനക്കത് എഫക്റ്റ് ആവില്ല. കാരണം നേരത്തെ അവന്റെ രക്തവും മജ്ജയും മാംസവും ഒക്കെ വന്നിട്ടുള്ളത് ഈ ഇംഗ്ലീഷ് രീതിയിലാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ തന്നെ ശീലിപ്പിച്ച് നമ്മൾ തന്നെ അതിന് അഡിക്റ്റായി അടിമയായിട്ട് ഇങ്ങനെ വളർന്നു പോകുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ നമ്പർ 1 ബിസിനസ്. ആർത്തവ പ്രശ്നങ്ങൾ, ആർത്തവകാല വയറുവേദന, ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് മാനസിക ശാരീരിക പ്രശ്നങ്ങൾ, ക്രമം തെറ്റിയ രക്തസ്രാവം, ഗർഭാശയ മുഴകൾ, തടിപ്പുകൾ, PCOD തുടങ്ങിയ സ്ത്രീജന്യ രോഗങ്ങൾ, മുഖത്തെ കറുത്ത പാടുകൾ, കുരുക്കൾ, ഇരുനിറം തുടങ്ങിയ സൗന്ദര്യ പ്രശ്നങ്ങൾ, പ്രമേഹം, രക്തസ്രാവം, ഹൃദ്രോഗം, അമിത കൊളസ്ട്രോൾ, അമിതവണ്ണം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ, സ്ത്രീകൾക്ക് ഗർഭകാല ശുശ്രൂഷയും അതിനുശേഷമുള്ള ചികിത്സയും വിദഗ്ധ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം നടത്തുന്നു. ഒടിവ്, ചതവ്, ഉളുക്ക്, നടുവേദന, ഡിസ്ക് തകരാർ എന്നിവയ്ക്ക് കളരിമർമ്മ ആയുർവേദ ചികിത്സയും സന്ധി രോഗങ്ങൾക്ക് കിടത്തി ചികിത്സയും ഉണ്ടായിരിക്കുന്നതാണെന്ന് സ്ഥാപനോടമകളായ JDR ഗ്രൂപ്പ് പറഞ്ഞു.